ഹായ്, നമസ്കാരം. ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാനിപ്പോൾ ഉള്ളത് സജൂസ് ഫാം, എൻ്റെ സ്വന്തം ഫാമിലാണ് ഞാനുള്ളത്. അവിടുത്തെ ഫ്രൂട്ട്സ് പ്ലാന്റിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ് നിങ്ങൾക്ക് തരാനെന്നുള്ളത്. ഞാൻ ഏകദേശം ഒരു 40 വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ഇവിടെയും വീട്ടിലുമായിട്ട് ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ കായ വന്നതും കായ വരാത്തതും എല്ലാം ആയിട്ട് ഉണ്ട്. ഏകദേശം ഉള്ളതിലും ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ഉള്ളതാണ്. നാരങ്ങ, അതേപോലെ തന്നെ സപ്പോട്ട, മിൽക്ക് ഫ്രൂട്ട്, ഓറഞ്ചിൻ്റെ തന്നെ 4-5 വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ പുതിയതും ഒരു 9 പ്ലാന്റ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ലിപ്പോട്ട് അങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ വന്നിരിക്കുന്നേ ഉള്ളൂ. അത് ഇതുവരെയ്ക്ക് പ്ലാന്റ് ചെയ്തില്ല. പിന്നെ ഇതിനിടയ്ക്ക് കൂടെ ഏറ്റവും ഹൈറ്റ് കൂടിയ പൊക്കമുള്ള ചീര, അകത്തി ചീര, അതെല്ലാം ഇതിനകത്ത് ഉണ്ട്. അങ്ങനെ അനേകം ഫ്രൂട്ട്സ്, അബിയു, മെഡൂസ പൈനാപ്പിൾ, അങ്ങനെയുള്ള കുറേ പ്ലാന്റ്സ് എല്ലാം ഇതിനകത്ത് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെ കുറേ ദിവസമായിട്ട് എല്ലാ പ്ലാന്റ്സും കാണിക്കണമെന്നൊരു ആഗ്രഹമായിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഇന്ന് അതിനുള്ള സൗകര്യം കിട്ടി. അപ്പം ഇന്ന് നിങ്ങളെ എല്ലാവരെയും ഞാൻ ആ ഫ്രൂട്ട്സ് പ്ലാന്റ് കാണിക്കുന്നതിലേക്കായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടെ ബെല്ലും ഓളൊക്കെ കൊടുക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ അതുപോലെ കമൻറ്റ് ചെയ്യുക. വിലപ്പെട്ട കമൻറ്റുകൾ നമുക്ക് പറഞ്ഞു തരിക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റുകളും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ ഈ പുതിയത് വന്നതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവിടെ ഉള്ളതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആദ്യമായിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത് മിൽക്ക് ഫ്രൂട്ടാണിത്. മിൽക്ക് ഫ്രൂട്ട് കണ്ടില്ലേ, ഇതിനകത്ത് സൈഡ് ലെയറിംഗ് എന്ന് പറയും, ചെയ്തെടുത്തതാണിത്. അതിനകത്ത് നല്ലപോലെ കായ പിടിച്ച് നിന്നതാണ്. ഇപ്പോൾ കായ കുറവാണ്. നമുക്കിതിനകത്ത് ആദ്യത്തെ ഇതിൽ 4 കായ വരെ പിടിച്ചു. ഇപ്പം വന്നിരുന്നു. ഇനിയിപ്പോൾ അടുത്തത് വരുന്നതേ ഉള്ളൂ, വരാറാവുന്നതേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കായ വീഴും. ഇത് മിൽക്ക് ഫ്രൂട്ടാണ്. നല്ല ടേസ്റ്റിയാണ് ഫ്രൂട്ട്സ്. ഇത് നമ്മൾ വെച്ച് കാണില്ലേ, ഈ ക്യാനിലാണ്. ഇത് ഓറഞ്ചാണ്. നാഗ്പൂർ ഓറഞ്ച് എന്ന് പറയും. ഇടയ്ക്ക് വെച്ച് കായ പിടിച്ച് വന്നതാണ്. ഇതിൽ കായ ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ ഞാനിത് മാറ്റി നട്ടില്ല ഇതുവരേക്ക്. ഇത് വന്നിട്ട് 2 വർഷത്തിൽ കൂടുതലായി. ഇപ്പം പൂ വന്നു തുടങ്ങി. ഇപ്പോൾ വളപ്രയോഗം ചെയ്തപ്പം പൂ വന്നു തുടങ്ങി. അല്ല, വെയിൽ കിട്ടി തുടങ്ങി പൂ വന്നു തുടങ്ങി. അതില്ല മുട്ട ഇരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള വേറെ പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ. ഇത് നമ്മുടെ സ്വീറ്റ് അമ്പഴം, മധുര അമ്പഴം എന്ന് പറയില്ലേ, അതിപ്പം കായപിടി 2 ഉണ്ട്. അത് ഇതിനകത്ത് വേറൊരാളും കൂടെ ഇടം പിടിച്ചത് കാരണം ഇവർ ശോഷിച്ചു പോയി. ഇത് നമ്മുടെ സൂര്യനാൻ ചെറി എന്ന് പറയില്ലേ, മുളകുന്നില്ലിക്ക, അതാണ് സാധനം. അതിപ്പോൾ ഇത് കയറി വന്നപ്പോൾ മറ്റേ ആളൊന്ന് ശോഷിച്ചു പോയി. ഇനിയിപ്പോൾ മാറ്റി നടണം അതിനെ. ഇതും മറ്റൊരു ഫ്രൂട്ട്സ് പ്ലാന്റാണ്. സെഡാർ ബേ ചെറി എന്ന് പറയും. സെഡാർ ബേ ചെറി, അതിൻ്റെ ചെറിയ വലുതോടെ അപ്പുറത്ത് കൊണ്ട് ഇതിലിപ്പോൾ പൂ പിടിച്ചു തുടങ്ങിയതാണ്. ഇതിവിടെ നിൽക്കുന്ന ബുഷ് ഓറഞ്ചാണ്. ബുഷ് ഓറഞ്ചിൽ കണ്ടത് നമ്മൾ ചെറിയൊരു ചട്ടിയിലാണ് നിൽക്കുന്നത്. പക്ഷേ എങ്കിലും നിറയെ കായ്ക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ഉപയോഗം അറിയില്ല. നമുക്ക് പച്ചക്ക് ഇത് പഴുത്തത് തിന്നുമ്പോൾ ഒരു പുളിയും ഇതൊക്കെ ഉണ്ട്. മധുരം ഉണ്ടെങ്കിലും ചെറിയ പുളിയുണ്ടാകും. പക്ഷേ ഇത് നമുക്ക് വീട്ടിലൊക്കെ ഒരു അതിഥി വരുമ്പോൾ നാരങ്ങ വെള്ളം കലക്കാനൊക്കെ പറ്റിയ സാധനമാണ്. ഓറഞ്ച് ജ്യൂസ് കലക്കാൻ പറ്റിയ സാധനമാണ്. എനിക്കിതിനകത്തൊരു 4 പ്ലാന്റ് ഉണ്ട്. ഇത് ചാമ്പയാണ്. നമ്മളിവിടെ ജാമ്പ എന്ന് പറയും, ഇതിലടുത്ത് ചാമ്പ എന്ന് പറയും. ഇതിപ്പോൾ ഇതിൽ കായ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞാനിത് ഒന്ന് ചരിഞ്ഞ് വീണപ്പോൾ മാറ്റി നട്ടു. അപ്പോൾ അതിൻ്റെ ശോഷിച്ചിരിക്കുന്നതാണിതിപ്പോൾ. കുറച്ച് നന്നായി വരുന്നുണ്ട്, ഹെൽത്തി ആവുന്നുണ്ട്. ഇത് അബിയുവിൻ്റെ ഞാൻ ഇടയ്ക്ക് വെച്ച് വാങ്ങിച്ച് 10 പ്ലാന്റ് വാങ്ങിച്ചിട്ട് അതിൽ 4 ഞാനെടുത്ത് ബാക്കിയുള്ളതൊക്കെ കൊടുത്തായിരുന്നു. നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ടല്ലേ. ഇതിപ്പം അടുത്ത വർഷമാകുമ്പം കായ പിടിക്കും. നേരത്തെ കാണിച്ച ഓറഞ്ചല്ലേ, ആ ഓറഞ്ച് പ്ലാന്റാണിത്. നല്ല ഓറഞ്ച് വീണ് കിടപ്പുണ്ട്, തറയിലുണ്ട്, പഴുത്ത് വീണുന്നുണ്ട്. നല്ല ടേസ്റ്റി തന്നെയാണ്. ഇപ്പം അടുത്ത പൂ വീണ് തുടങ്ങി, നല്ല പൂ വന്നു തുടങ്ങി. ഇത് നിറയെ ഉണ്ടായിരുന്നു, ഒരു 10-30 ഓറഞ്ച് ഉണ്ടായിരുന്നു അത്. അതിനുശേഷം ഇപ്പോൾ പുതിയത് പൂ വന്നു തുടങ്ങി. ഉണ്ടല്ലേ, നിറയെ മുട്ടും പൂവായിട്ടുണ്ട്. നമുക്ക് കുഴപ്പമില്ലാത്തൊക്കെ പ്ലാന്റ്സ് ഇതിന് കിട്ടുന്നുണ്ട്. കഴിക്കാൻ പറ്റും, നല്ല ടേസ്റ്റിയാണ്. ടേസ്റ്റ് വാങ്ങാൻ
എനിക്ക് ഇവിടെ ഇപ്പം പുതിയതായിട്ട് വന്ന അബിയു പ്ലാന്റാണിത്. അബിയു ഉണ്ടല്ലേ, ഇതിൽ നിറയെ ഒരു 10-30 കായ വരെ ഇതിനകത്ത് കായ്ച്ച് നിന്ന് അതിന് പഴുപ്പിച്ച് കഴിക്കുകയും ചെയ്തു. നിറയെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഇപ്പം അടുത്ത പൂ വന്ന് തുടങ്ങിയത്, ഉടനെ തന്നെ അടുത്ത് കായ പിടിക്കുന്നത്. ഇത് പുതിയത് വന്നതാണ് എനിക്ക്. ഇത് സപ്പോട്ടയാണ്. സപ്പോട്ട എന്ന് ബനാന സപ്പോട്ട എന്നറിയും. അതിനകത്ത് നിൽക്കുന്നത് കുപ്പച്ചീരയാണ്. ഞാനിത് പറിച്ച് കളയാറില്ല. അത് അവരെയും കൂടെ ഒന്ന് സംരക്ഷിച്ച്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ തോരൻ വയ്ക്കുന്നത്. ബനാന സപ്പോട്ടൻ്റെ ഇതിൽ കായ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് നിന്നൊരു 10 എണ്ണം വരെ ഞാൻ ഇപ്പം പറിച്ചു വരുന്നു. പക്ഷേ നല്ല വിളഞ്ഞ് പഴുക്കാറായി. ഇപ്പോൾ അടുത്ത പുതിയ മുള വന്നു തുടങ്ങി. അതിന് ഉടനെ തന്നെ കായ പിടിക്കും. എപ്പോഴും ഉണ്ടാവും കേട്ടോ അത്. ഇത് ഒരെണ്ണം മതി നമുക്ക് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ. ഇതിപ്പോൾ ഏകദേശം 2 വർഷത്തിലേറെ പ്രായമുള്ളതാണ്. ഇതിപ്പോൾ ഒന്നും പഴുത്ത് തുടങ്ങിയില്ല. കുറേ പറിച്ച് കൊണ്ട് പോയത്. ബനാന സപ്പോട്ട എന്ന് പറയും. നല്ല ടേസ്റ്റിയാണ്. വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്, ടേസ്റ്റായിട്ട് കഴിക്കുക. എനിക്ക് 3-4 വർഷമായിട്ട് ഞാൻ നട്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ് ഇത്. റെഡ് ബെയർ ആപ്പിൾ എന്ന് പറയും. അതിൻ്റെ ഉണ്ടല്ലേ, ഇതിൽ നിറയെ കായ ഉണ്ടായിരുന്നതാണ്. ഇവിടെ തിരുവനന്തപുരത്ത് വേറെ ആരെയും കയ്യിലുണ്ടോ എന്ന് എനിക്കറിയില്ല. റെഡ് ബെയർ ആപ്പിൾ എൻ്റെ കയ്യിലുണ്ട്. ഇതാണ് റെഡ് കൊണ്ട് എനിക്ക് മറ്റേ ഗ്രീൻ അതുകൊണ്ട്. ഇതിൽ നിറയെ കായ പിടിച്ച് ഒരു പ്രാവശ്യം നിപ്പിൽ തറയിൽ നിന്നാണ്. ഇതിൻ്റെ ചെറിയൊരു ക്യാനിൽ നിന്നാണ് അത് അങ്ങ് മറിഞ്ഞ് വീണു. അതിനുശേഷം ഇപ്പം പുതിയ ക്യാനിലോട്ട് ഞാൻ മാറ്റിയതാണ്. ഇപ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റായിട്ട് പോകുന്നുണ്ട്. റെഡ് ബെയർ ആപ്പിൾ. ഇടയ്ക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വന്നിരുന്ന ഒരു താരമാണിത്, മെഡൂസ പൈനാപ്പിൾ. അത് എൻ്റെ വിളവൊക്കെ എടുത്തു. അതിനുശേഷം അതിൻ്റെ സെപ്പറേറ്റായിട്ട് വേറെ ഇത് വരുന്നുണ്ട് തൈ. എടുത്ത് മാറ്റിയില്ല, അതിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് എൻ്റെ ഫാമിലെ പുതിയ അതിഥി എന്ന് പറയാൻ പറ്റില്ല. വന്നിട്ട് 2 മാസത്തിലേറെയായി. പുതിയ 2-3 മാസം വരെ. ഇത് നമ്മുടെ കംബോഡിയൻ ഗ്രേപ്സ് എന്നാണ് കേട്ടിട്ടുണ്ടല്ലോ, അതാണ് സാധനം. ഒരു കൊലയിൽ തന്നെ 1000-ലേറെ ഇത് വരുമെന്നാണ് പറയുന്നത്. ഇവിടെ എത്രത്തോളം വരുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നട്ടിട്ടുണ്ട്. നല്ലതായിട്ട് പടർന്നു തുടങ്ങി. പക്ഷേ എനിക്കൊന്ന് ഇതൊന്ന് തട്ടിട്ട് കൊടുക്കാനുള്ള, പന്തലിട്ട് കൊടുക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ഇങ്ങനെ കയറി വരികയാണ്. ഉടനെ തന്നെ പന്തലിടുന്നുണ്ട്. ഇതെല്ലാം അബിയു പ്ലാന്റാണ്. അബിയു കുറേ ഉണ്ട്, അപ്പുറത്തും ഇപ്പോൾ ഉണ്ട്. ഇതെല്ലാം അബിയു എന്നുള്ള ഫ്രൂട്ട്സ് പ്ലാന്റാണ്. നല്ല ടേസ്റ്റിയാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വീട്ടിലൊക്കെ ആവശ്യമുള്ള ഫ്രൂട്ട്സൊക്കെ കിട്ടും. ഇതിൽ നിന്ന് ഇപ്പോൾ ഉണ്ട്, കണ്ട കുപ്പച്ചീരയാണിത്. ഇത് ഒടിച്ചു കുത്തി നാരകം എന്ന് പറയും. നിറയെ കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു. നാരങ്ങ ഉണ്ടായിരുന്നതാണ്. ഇടയ്ക്ക് വെച്ച് ആ ചട്ടി ഉണ്ടല്ലേ, അത് അല്പം ചെറുതായിപ്പോൾ ഇതുകൊണ്ട് വേറെ ഓടുന്നില്ല. പക്ഷേ ഇപ്പം നല്ല ഹെൽത്തി ആയിട്ട് ഇത്രയും ഇല്ലായിരുന്നു. ഇതിപ്പം പുതിയ മുള വന്നു തുടങ്ങി. അപ്പോൾ ഇനി ഉടനെ തന്നെ ഇതിലും കായ പിടിക്കുന്നത്. എളുപ്പം കായ്ക്കുന്നതാണ്. നമുക്ക് ആവശ്യത്തിന് വീട്ടിൽ നിന്നൊക്കെ നാരങ്ങയൊക്കെ എടുക്കാൻ പറ്റും. ഇത് എൻ്റെ ബെയർ ആപ്പിളാണ്. പുതിയ അതിഥികളാണ് ഇവരൊക്കെ. ഇതിൽ നിറയെ പൂവും കായും വന്നു തുടങ്ങിയപ്പോൾ കണ്ടില്ലേ. നല്ല വളപ്രയോഗം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ ഫ്രൂട്ട്സൊക്കെ ഇതിൽ പിടിക്കും. നമുക്ക് ആവശ്യത്തിന് ബെയർ ആപ്പിൾ ഇവിടെ തന്നെ കിട്ടും. ഇത് ബെയർ ആപ്പിൾ തന്നെയാണ്. എനിക്കിപ്പം വന്ന മിസ് ഇന്ത്യ എന്ന് പറയുന്ന ടൈപ്പിലുള്ള, നമുക്ക് ആവശ്യത്തിനുള്ള സൈസ് ഒരു ആപ്പിളിൻ്റെ 3/4 ഭാഗം വരെ. നമ്മൾ സാധാരണ ഗ്രീൻ ആപ്പിളിൻ്റെയൊക്കെ ഒരു 3/4 ഭാഗം വരെ വരും. ഇതിപ്പോൾ കായ പിടിച്ചിരിക്കുന്നതാണ്. ഇത് സ്കൂൾ ബോയ് എന്നുമുണ്ട്. ഒരു ഇതാണ് റംബൂട്ടാണ്, സ്കൂൾ ബോയ്. ഇപ്പോൾ ഞാൻ വന്നിട്ട് എനിക്കിപ്പോൾ ഒരു 5-6 മാസം വരെ ആവും ഇത് വന്നിട്ട്. ഇത് ക്യാനിലാണ്. അതിപ്പോൾ ഇനി ക്യാനിൽ നിർത്തിക്കുന്നുണ്ട്. ചിലപ്പോൾ അടുത്ത ഇതാകുമ്പോഴേക്കും കായ പിടിക്കാൻ സാധ്യതയുണ്ടത് ഉണ്ടല്ലേ. ഇത് ജബോട്ടിക്ക എന്ന് പറയുന്നതാണ്. പക്ഷേ ഇത് 10 വർഷം കഴിഞ്ഞ് ഇത് കായ്ക്കുള്ളൂ. ഇപ്പം നട്ടിട്ട് 4 വർഷമായി. ജബോട്ടിക്ക എന്ന് പറയുന്നത് ബെയർ ആപ്പിൾ തന്നെയാണ്. ബെയർ ആപ്പിൾ കായ പിടിച്ച് തുടങ്ങി. ഇതിലെല്ലാത്തിനും കായ പിടിച്ചിരിക്കുകയാണ്. ഇത് പേരയാണ്. പേര കായ പിടിച്ചത് തന്നെയാണ്. ഇത് വെള്ള പേരയ്ക്കാണ്, വലുതാണ്. അത് കിലോ പേര പോലത്തെ ടൈപ്പ് ഇതാണ്. ഇടയ്ക്കൊന്ന് ശോഷിച്ചിരുന്നതാണ്. അത് പിന്നെയും നല്ല ഹെൽത്തി പ്ലാന്റായിട്ട് വന്നു തുടങ്ങിയപ്പോൾ. ഇവിടെ നമുക്ക് വേറെയും പേരയുണ്ട്, അത് കാണിച്ചു തരാം. ഇനി ബുഷ് ഓറഞ്ച്. ഇദ്ദേഹം പുതിയ താരമാണ് ഇവിടെ വന്നിട്ട്. 2 നെല്ലി ഉണ്ടായിരുന്നു. അതുവരെ വലിയ നെല്ലിക്കയാണിത്. നെല്ലിക്ക ഗ്രാഫ്റ്റ് തൈയാണ്. ഇപ്പം പൂവൊക്കെ വന്നു തുടങ്ങി. എങ്കിലും വേണ്ട, പൂ വന്നാലും കായ്ക്കണ്ട. കുറച്ചുകൂടെ നല്ല സൈസ് വെച്ചതിന് ശേഷം കായ പിടിച്ചാൽ മതി. അതാണ് നല്ലത്. ഇത് ഒടിച്ചു കുത്തിയ നാരകം തന്നെയാണ്. ഞാൻ ഒരു കമ്പ് ഒടിച്ച് വെച്ചതാണ്. അത് ഇന്ന് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട്. ഇത് ഇവിടുത്തെ മറ്റൊരു താരമാണ്. ഇതെല്ലാം നല്ല ഇപ്പോൾ ഹെൽത്തി പ്ലാന്റായിട്ട് വരുന്നുണ്ട്. ഞാൻ
കറക്റ്റ് വെള്ളവും വളവും ഒക്കെ കൊടുക്കുന്നു. ചാണകമൊക്കെ കൊടുത്തതിന് ശേഷം ചാണകം, കോഴിവളം നമുക്കുണ്ട്. വീട്ടിലേക്ക് ആവശ്യമുള്ള നാരങ്ങ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. ഇതിപ്പോൾ ഇതിനകത്ത് 3 നാരങ്ങ, അടുത്തിനി ഉടനെ ഇതിനെ പൂ നിറയെ വരും. ഉണ്ടല്ലേ, ഇതെല്ലാം ചെറിയ ചെറിയ ക്യാനുകളിലാണ് നിർത്തിക്കുന്നത്. നമ്മുടെ സജൂസ് ഫാമിലെ മറ്റൊരു താരമാണിത്, ജബോട്ടിക്ക എസ്കാർലറ്റ് എന്ന് പറയും. ഇതിപ്പോൾ ഇതിനകത്ത് നിറയെ കായ്ച്ചിട്ടുണ്ട്, കായ് പിടിച്ചിട്ടുണ്ട്. കാണിച്ചുതരാം. ഇതാണ്ട് കണ്ടില്ലേ, ഇതിപ്പോൾ ഒരെണ്ണം പഴുത്തിപ്പോഴും ഇതാണ്ട് പഴുത്തിക്കാണ്ട്. ഇന്നലെ ഞാൻ വന്ന് കുറേ പറിച്ചു ഇതിനകത്ത് നിന്ന്. ഇതിപ്പോൾ ഒരെണ്ണം കൂടെ കിട്ടി, മണ്ണിനടിയിലോട്ടായിപ്പോയി. ഉണ്ടല്ലേ ജബോട്ടിക്കയുടെ പഴുത്ത്. അത് പച്ച നിൽപ്പുണ്ട്, അടുത്ത പൂവെന്ന് തുടങ്ങി. ഇതിനകത്ത് എത്രയും ഈ വരുന്ന തടികളിലെല്ലാമാണ് ജബോട്ടിക്ക കായ്ക്കുന്നത്. ജബോട്ടിക്കയ്ക്ക് മറ്റൊരു പേര് വെച്ചാൽ മരമുന്തിരി എന്നാണ്. മരമുന്തിരി അത് നിറയെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ് ഇതിൽ തന്നെ കിട്ടും. നട്ട് 2 വർഷം കൊണ്ട് ഇത് കായ പിടിക്കുന്നതാണിത്. ഇത് ഓറഞ്ചാണ്, നമ്മുടെ ട്രോപ്പിക്കൽ കാലാവസ്ഥയ്ക്ക് കായ്ക്കുന്നതാണ്. ഇതിപ്പോൾ നിറയെ കായ ഉണ്ടായിരുന്നു. ഇതിന് സൈസ് നോക്കണ്ട. ഇതിനകത്ത് അവസാനത്തെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, നേരത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഓറഞ്ചിൻ്റെ വീഡിയോ. ഇതിവിടെ കായ്ക്കുന്നതാണ്. ഇപ്പം അതിന് ശേഷം വന്ന പൂവുകളാണ്. അതിന് പൂ വന്ന് ഇതിനകത്ത് ഓറഞ്ച് നിൽപ്പുണ്ട്, ചെറിയൊരു ഓറഞ്ച് കാച്ചപ്പുണ്ട്. ഇവിടെ എവിടെ ഞാൻ കണ്ടിരുന്നു, പിന്നെ ഞാൻ അത് വീണെന്ന് തോന്നുന്നു, കാണുന്നില്ല. അത് വീണു, തറ വീണു. ഇത് ഫുള്ള് പൂ വന്ന് കായ പിടിക്കും ഇതിനകത്ത്. ഇത് നാരങ്ങയാണ്, ഒടിച്ചു കുത്തിയ നാരകം തന്നെയാണ്. പക്ഷേ ഇതിന് ഒരു പ്രത്യേകത തന്നെ, ശകലം നീളമുള്ള ടൈപ്പാണിത്. നല്ല ടേസ്റ്റിയാണ്. നാരങ്ങ വെള്ളം പിഴിയാനൊക്കെ നല്ല ടേസ്റ്റാണ്. കുരുവുള്ളത് തന്നെയാണ് കേട്ടത്. ഇതിൽ നിറയെ ഉണ്ട്, നിറയെ ഒരു 7 കായ അവിടെ എവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഞാനിതിനകത്ത് വേറെ വളങ്ങളും ചേർക്കുന്ന കോഴിവളവും ചാണകം മാത്രം തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. വേറെ ഒന്നും ഞാൻ അവർക്ക് കൊടുക്കാറില്ല. ഇത് എനിക്കിവിടെ നിന്ന് നമ്മളെ ആപ്പിൾ ചാമ്പ, അതിൻ്റെ ഒരു 4 എണ്ണം ഇവിടെ ഉണ്ട്. ഒന്ന് ഇതുണ്ട്, ഇത് വേറൊരു പ്ലാന്റ് ചാമ്പ തന്നെയാണ്. ഇതെല്ലാം റെഡല്ല, ഗ്രീൻ കളർ പറഞ്ഞതാണ്. നല്ല ടേസ്റ്റാണ്, ആവശ്യത്തിനുള്ള നല്ല രുചിയൊക്കെ ഉള്ളതാണ്. അതല്ലേ, ഇതെല്ലാം ഞാൻ ഒരു വലിയ ഗ്രീൻ ഗ്രോ ബാഗ്, ഈ 12-15 ഗ്രോ ബാഗിലാണ് നട്ടിക്കുന്നത്. ഇതെല്ലാം ഇപ്പം പൂ ഉടനെ തന്നെ വീഴും. ഇതിപ്പം 3 വർഷത്തിലേറെ ആയുള്ള നാരങ്ങയാണ്. നാരങ്ങ വെച്ചാൽ നമ്മളെ സീഡ്ലെസ് ലെമൺ എന്ന് പറയും. ഇതിനകത്ത് കുരു ഉണ്ടാവില്ല. കണ്ടില്ലേ, നമുക്ക് ആവശ്യത്തിനുള്ള നാരങ്ങ വീട്ടിൽ കിട്ടും. ഒരു നാരങ്ങ മതി ഒരു 4-5 ഗ്ലാസ്സിനുള്ള നാരങ്ങ പിഴിയാൻ. നല്ല അതിൻ്റെ പൂവുണ്ട്, എന്ത് ഭംഗിയെന്ന് നോക്കിയാൽ കാണാൻ. മണമുണ്ട്, നല്ല മണമാണ് അതിന്. നാരങ്ങ ഇതിപ്പം പഴുക്കാറായതാണ്, പഴുത്തു തുടങ്ങി. നല്ല പഴുത്തതിന് ശേഷം ഇത് പറിക്കാവും, അല്ലാതെ പറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. പച്ച പറിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഒരു വിളഞ്ഞത് പറിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിലെല്ലാം നിറയെ ഉണ്ട്. ഇതിൻ്റെ നമ്മൾ ഒരു കമ്പ് ഒടിച്ച് നട്ടാൽ മതി, നല്ലപോലെ മുളയ്ക്കും. മുളച്ച് കായം പിടിക്കും, പെട്ടെന്ന് കായ്ക്കുന്ന സാധനമാണ്. നമ്മുടെ ഇവിടുത്തെ മറ്റൊരു താരമാണിത്. ഇത് സ്ട്രോബെറി പേരാന്ന് പറയും. ഇപ്പം നിറയെ പൂ വന്നു, എന്നിട്ട് എന്നെ പറ്റിച്ചു. ഞാനും വിചാരിച്ചു ഇപ്പം നിറയെ കായ്ക്കുമെന്ന് വിചാരിക്കുന്നു, പക്ഷേ അവളെന്നെ പറ്റിച്ചു. അതല്ലേ, സ്ട്രോബെറി പേര. അടുത്ത പൂക്കും ഉടനെ കായ്ക്കും. ഇത് നേരത്തെ കാണിച്ച ബേറാപ്പിളിൻ്റെ കൂടെ ഉള്ളതാണ്. അവളും കായ പിടിച്ച് തുടങ്ങിയതായിരുന്നു. വന്നപ്പോൾ കായ ഉണ്ടായിരുന്നു, നല്ല പഴുത്ത് കിട്ടി. ഇതും ഇപ്പോൾ 6 മാസം എന്താവുള്ളൂ. കായ ഉണ്ട് കേട്ടോ. ഇതിൽ കായ ഒരു കായ്ക്കുന്നു. ഇതെല്ലാം മിസ് ഇന്ത്യ എന്നുള്ള ഒരു വെറൈറ്റിയുള്ളതാണ്, നല്ല സൈസുള്ളതാണ്. ഇത് ഇടയ്ക്ക് ഞാൻ ഇപ്പം പ്രൂൺ ചെയ്ത് കൊടുത്തതാണ്. ഉണ്ടല്ലേ, മൾബറിയാണ്. നിറയെ പിടിക്കും മൾബറി. നമുക്കൊരു ചെറിയൊരു കമ്പ് കെട്ടാൽ മതി, നിറയെ മൾബറി കായ്ക്കും. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിൽ അത്രയും കായ പിടിച്ചു തുടങ്ങി. ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് പ്രൂൺ ചെയ്ത് ഞാൻ കൈ കൊണ്ട് ഒടിച്ച് കളഞ്ഞതാണ്. ഇതാണ് നിറയെ ഉണ്ട്. ഇതൊരു ക്യാനിലാണ് നിൽക്കുന്നത്. ഞാനിതിപ്പം 4 മാസമായുള്ളൂ വന്നിട്ട്. തായ്വാൻ പിങ്ക് പേരൊക്കെയാണ്. കണ്ടല്ലേ, 2 എണ്ണം കാച്ചപ്പുണ്ട്. എന്തോ പ്രാണികൾ കയറി കടിക്കുന്നുണ്ട്. ഇത് 2 എണ്ണം കാച്ചു. ഇത് ഇടയ്ക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു, തായ്വാൻ പിങ്ക് പേരയെന്നാണ്. ഇത് ഹോം ഗ്രൗണ്ട് തൈയാണ്. ഹോം ഗ്രൗണ്ട് നല്ല ക്വാളിറ്റി തൈയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവർ കായ പിടിച്ചു തുടങ്ങി. 2 എണ്ണം ഉണ്ട്. ഒന്ന് തന്നെ ഇതുമുണ്ട്,
നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ്. അതിനകത്ത് 2 നിൽപ്പുണ്ട്. ഇത് അടുത്ത പേരാപ്പിളാണിത്. ഇതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ട സെഡാർ ബേച്ചറി എന്ന് പറയില്ലേ, അതിൻ്റെ ഇതിലും എൻ്റെ കായ പിടിക്കുന്ന ചുവന്ന പഴമാണ് വന്നത്. അത് ചുവപ്പ് പഴമൊക്കെ തറയെ വീണെന്ന് തോന്നുന്നത്. ഇത് കേടായത് അതെല്ലാം പറിച്ചെടുക്കും. കുറച്ച് രുചിയുണ്ട്, വലിയ രുചി എന്ന് പറയില്ല, എങ്കിലും രുചിയുണ്ട്, ആവശ്യമുള്ള നമുക്ക് ഇഷ്ടപ്പെടും. ഇത് സീഡൊക്കെ തറയെ വീണ് കിടപ്പുണ്ട്, നിറയുണ്ട്. ഇത് സെഡാർ ബേച്ചറി പറയാം. നേരത്തെ തന്നെ ചെറുത് കാണിച്ചത് വലുത്. ഇദ്ദേഹം വെള്ള ഞാവൽ, വൈറ്റ് ഞാവൽ എന്നുള്ളത് അതാണിത്. അതിലും കായ പിടിച്ചതായിരുന്നു നേരത്തെയൊക്കെ. ഇനിയിപ്പോൾ പുതിയത് മാറ്റി നട്ടപ്പം കുറച്ചുകൂടെ നല്ല പവറിൽ കയറി വരുന്നുണ്ട്. ഈ ഉടനെ തന്നെ കായ പിടിക്കും. ഇത് റെഡ് ലേഡി പപ്പായാണ്. ഇതിപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ട്, ഇത് വില്ലേജ് ആഗ്രയുടെ തൈയാണ്. അവരുടെ നല്ല തൈ. ഇപ്പോൾ നല്ല പൂ വന്ന് തുടങ്ങി. അവരുടെ നല്ല ഇപ്പോൾ ഇതിലാണ് നട്ടിക്കുന്നത്. തറയെ നിർത്തിയാലും നിറയെ കായ കിട്ടും. ഇതിൽ നിർത്തിയുകൊണ്ട് കുറച്ച് സൈസ് വ്യത്യാസം വരും, എങ്കിലും നമുക്ക് കിട്ടും, പപ്പായ കിട്ടും. ഇത് നമ്മളെ ഉപ്പിലൊക്കെ ഇടുന്ന കാരയ്ക്കുണ്ടല്ലോ, കാരക്കയുടേതാണ്. ഞാൻ ഇടയ്ക്ക് നട്ട ഒരു 2 മാസം ആവുള്ളൂ കൊണ്ട് നട്ടിട്ട്. ആളൊന്ന് കയറി വരാൻ എന്തോ മടി പോലെ, അത്രയേ ഉള്ളൂ. സൈസ് വരും, മാറി വരും അത്. ഇത് ഓൾ സീസൺ മാവാണ്. ഇപ്പം നിറയെ പൂ വന്നു, പക്ഷേ എന്തോ കംപ്ലീറ്റ് ഒഴിഞ്ഞു പോയി. അതുകൊണ്ട് കണ്ടാൽ വിചാരിക്കുക നമുക്ക് ഇവരെല്ലാം ഇപ്പം നിറയെ മാങ്ങ കാച്ചു വരുന്നു. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല, മാങ്ങ പിടിക്കില്ല, എല്ലാം ഇപ്പം പൊഴിഞ്ഞു പോകുന്നു. നേരെ വരും, കുഴപ്പമില്ല, പതുക്കെ വന്നാൽ മതി. തടിയും നല്ല കനമായി. ഏകദേശം 8-9 വർഷം വരെ പ്രായമുണ്ട് ഇതിന്. നമ്മളെ മെഡൂസ പൈനാപ്പിളാണ്. രണ്ടാമത്തെ നട്ടത് ഇതാണ്. ഒന്നും ആയില്ല, പൂവൊന്നും വരാറായില്ല, അത് സമയമെടുക്കും. ഇതിവിടുത്തെ മറ്റൊരു മാവാണ്. ഇതിടയ്ക്ക് മാങ്ങയൊക്കെ കായ്ച്ചതായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ കയറി വരുന്നേ ഉള്ളൂ വലുതായിട്ട്. നല്ല ടേസ്റ്റ് ഒരു നീള ടൈപ്പിലൊരു മാങ്ങയാണിത്. പേരൊന്നും എനിക്കറിയില്ല, അൽഫോൺസ് ആണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ഇത് ഇവിടുത്തെ നാടൻ പൈനാപ്പിൾ, കാട്ടിലൊക്കെ നിൽക്കുന്ന ടൈപ്പ് പൈനാപ്പിളാണ്. അവിടെ നിന്ന് കൊണ്ടുവന്ന് 9 തൈയുണ്ട് എൻ്റെ. അവിടെ വേറെ ഉണ്ട്. ഇവിടെ ഇത് അബിയു, ഇത് ബറാബ ഫ്രൂട്ട്സ് ആണ്. ബറാബ കേട്ടിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ്. ഒരു ചെറിയൊരു പുളി ഇതെല്ലാം കൂടി ചേർന്നതാണ് ബറാബ ഫ്രൂട്ട്സ് എന്ന് പറയും. ഇതിവിടെ നിൽപ്പുണ്ട്. പക്ഷേ ഇതും ഇടയ്ക്ക് എന്തോ ഒടിഞ്ഞു വന്നതിന് ശേഷം അല്പം ഷോർട്ടിച്ചാണ് നിൽക്കുന്നത്. കയറി വരാൻ മടിയാണ്. എനിക്ക് എന്ത് പറ്റിയെന്ന് എനിക്കും അറിയില്ല. അത് ശരിയാവുമായിരിക്കും, കയറി വരുമായിരിക്കും. പൂവൊക്കെ വന്നതാണ്, പക്ഷേ പൂ പൊഴിഞ്ഞു പോയി. ഇത് അബിയുവിൻ്റെ മറ്റൊരു പ്ലാന്റാണ്. നല്ല സൈസിന് കയറി വരുന്നുണ്ട്. അടുത്ത ഇതിലാകുമ്പം ഇത് കായ പിടിക്കരുത്, ഉറപ്പാണ്. നമ്മുടെ നഴ്സറിയിലെ പ്രധാന പ്ലാന്റാണിത്. ഇതിൻ്റെ 2 വർഷത്തിലേറെയായി. 3-4 വർഷം വരെ ആവും ഇത് നട്ടിട്ട്. ഇതിങ്ങനെ നിൽക്കണുള്ളൂ. ഇപ്പോൾ പുതിയ മുളയൊക്കെ വന്നു തുടങ്ങി. ഇടയ്ക്ക് ഇത് 2 പ്രാവശ്യം പൂ വന്ന് ചെറിയ കായ പിടിച്ചതാണ്, പക്ഷേ അത് വീണുപോയി. എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് പിടിക്കില്ലയോ എന്ന് എനിക്കറിയില്ല. ആപ്പിളാണ്. നമ്മൾ ആപ്പിൾ അറിയാം, നമ്മൾ അന്ന ആപ്പിൾ എന്ന് പറഞ്ഞ സാധനം, ആപ്പിൾ ഫ്രൂട്ട്സ് പ്ലാന്റാണിത്. ഇത് റംബൂട്ടാൻ E36 എന്നുള്ളൊരു വെറൈറ്റി ഉള്ളത്. യെല്ലോ ആണ്. ഇതിപ്പോൾ നന്നായിട്ട് എൻ്റെ ഹെൽത്തി പ്ലാന്റായിട്ട് വരുന്നുണ്ട്. പുതിയ മുളയൊക്കെ ഇതിപ്പം വന്നിട്ട് ഒരു 4-5 മാസമാവും. പിന്നെ അടുത്ത സീസണിൽ മിക്കവാറും ഇത് കായ്ക്കാൻ സാധ്യതയാണ്. ഇത് ക്യാനിൽ നിൽക്കുന്നതുകൊണ്ടാണ് എളുപ്പം കായ്ക്കുമെന്ന് പറയുന്നത്. അല്ലേ, ഉണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.